ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ സ്വന്തം ഉള്ളിവടയും പാൽച്ചായയും. എന്താ അന്തസ്! അപ്പം ഞാൻ ഈ ഉള്ളിവട എങ്ങനെ ഉണ്ടാക്കിയതെന്നൊന്ന് നോക്കാം. എന്നാൽ കൂടെ പോരി. അതിനിവിടെ ഞാനൊരു 5 ഉള്ളി ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും കരിവേപ്പിൻ്റെ ഇലയും അങ്ങോട്ട് കട്ട് 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 ചെയ്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പാണ്ട് ഇട്ടുങ്ങാണ്ട് നന്നായിട്ട് കൈ വെച്ചാണ്ട് നേരടിയാണ്ട് കുഴച്ച്, എന്നിട്ട് എന്ത് ചെയ്തു, കുറച്ച് നേരാണ്ട് മൂടി വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അത് തുറന്നു നോക്കാം. അപ്പം നമ്മുടെ ഉള്ളിയിലെ ആ വെള്ളമൊക്കെ അങ്ങനെ ഇറങ്ങി സെറ്റായിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മൈദ, കടലമാവ്, അരിപ്പൊടി, മൈദയും കടലമാവും 2 സ്പൂണും അരിപ്പൊടി 1 സ്പൂണും ഇട്ട്, പിന്നെ ഇതിലേക്ക് മഞ്ഞളും മുളകും പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇട്ടുങ്ങാണ്ട് പിന്നെയും നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് കൈ വെച്ച് അങ്ങോട്ട് കുഴച്ചെടുക്കുകയാണ്. ആദ്യം നമ്മൾ കുറച്ച് ഉപ്പിട്ടീനി, പക്ഷേ നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് പോരായുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, കുറച്ചും കൂടി ഉപ്പിട്ടുങ്ങാണ്ട് അങ്ങോട്ട് കുഴച്ചെടുത്തു. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിവടൻ്റെ മാവ് ഇതാ അവിടെ സെറ്റായിട്ടുണ്ട്. ഇങ്ങനെ ചെറിയ ചെറിയ ഉരുളകളാക്കി ഒന്നെങ്കിൽ കയ്യിൽ വെച്ച് പരത്താം, ഇല്ലെങ്കിൽ നമ്മുടെ എളുപ്പപ്പണിയായിട്ടുള്ള ഓയിലിൻ്റെ കവറോ വെളിച്ചെണ്ണൻ്റെ കവറോ നടുകാണ്ട് കീറുക, പരത്തിയാണ്ട് വെക്കുക, അതിലങ്ങോട്ട് ഓരോ ഉരുളാണ്ട് വെച്ചിട്ട് അമർത്തുക. എന്നിട്ട് ചൂടായി വരുന്ന എണ്ണയൊക്കെ അങ്ങോട്ട് പെറുക്കി അങ്ങോട്ട് ഇടുക. പിന്നെന്താണ്, ഇതിൻ്റെ ഒരു ഭാഗം നിറം മാറി വരുന്ന സമയത്ത് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് അവിടെ കിടന്ന് നെരിയട്ടെ. പിന്നെ നമ്മൾ എന്നും പറയുന്ന കാര്യം തന്നെയാണ് ഇന്നും പറയുന്നത്. ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എന്താണ്, നമ്മളങ്ങോട്ട് ലൈക്ക് കണ്ട് അടിക്കുക, പിന്നെ കമൻറ്റും കണ്ട് എഴുതുക, ചാനലൊന്നാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെല്ലൈക്കൻ ഒന്നാണ്ട് നിൽക്കുക, ആ ഓളൊന്ന് ഓപ്ഷനും കണ്ട് അടിക്കുക. അപ്പം എന്താവും, ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ഉള്ളിവട ഇവിടെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. തട്ടുകടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് എന്നൊക്കെ ഞാൻ പറയും. പിന്നെ കഴിക്കണവർ വേണം അഭിപ്രായം പറയാൻ. എന്തായാലും നിങ്ങളും ഒന്ന് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി, എന്നിട്ട് തിന്നിട്ട് അഭിപ്രായം പറയും. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരാണ്. പിന്നെയും പറയാണ്, വീഡിയോ കണ്ടിഷ്ടമായാൽ ഒന്നാണ്ട് ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളെ ചെങ്ങായിമാർക്കും ചെങ്ങാഴ്ചകൾക്കും കുടുംബക്കാർക്കും ഒക്കെ ഒന്നങ്ങോട്ട് ഷെയറാണ്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.